കെ.എസ്.ആർ.ടി.സി ബസ്സുകളെയോ സർവീസിനിടയിൽ തടഞ്ഞു നിർത്തി ജീവനക്കാരെ ആക്രമിക്കുകയോ ചെയ്താൽ ഇനി യാതൊരു കാരണവശാലും ഒത്തുതീർപ്പില്ല. ഇത് 5 വർഷം വരെ തടവും പിഴയും കിട്ടാവുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പെടുന്നതാണെന്ന് കെ.എസ്.ആർ.ടി.സി. അക്രമികൾക്കെതിരെ PDPP ആക്ട് ചുമത്തി പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കുമെന്ന് CMD യൂണിറ്റുകളിലേക്ക് അയച്ച പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ബസ്സിന് കല്ലെറിയുക, ബസ് തടഞ്ഞു നിർത്തി ജീവനക്കാരെ മർദ്ദിക്കുക, സർവീസ് റദ്ദാക്കേണ്ടിവരുന്ന സാഹചര്യം ഉണ്ടാക്കുക തുടങ്ങിയ സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. പൊതുജീവനക്കാരന്റെ ജോലിക്ക് തടസ്സം സൃഷ്ടിക്കുക ഗൗരവമായ കുറ്റകൃത്യമാണ്. IPC 332, 353, 392, 294 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം ചുമത്തുന്ന നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസ് ഗണത്തിൽപ്പെടുന്ന കുറ്റങ്ങൾ 5 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്നതും ഒത്തുതീർപ്പാക്കാൻ കഴിയാത്തതുമാണെന്ന് മാനേജ്മെന്റ് യൂണിറ്റ് ഓഫീസർമാർക്ക് മുന്നറിയിപ്പ് നൽകി. ഇത്തരം സംഭവങ്ങളിൽ കേസിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ബസ്സിനുണ്ടാകുന്ന കേടുപാടുകളുടെ നഷ്ടം മാത്രം നൽകി ഒത്തുതീർപ്പിന് ശ്രമിക്കുകയും കേസ് അവസാനിപ്പിക്കാൻ ശ്രമം നടത്തുകയും ചെയ്യുന്നത് പതിവാണ്. ഇത് പൊതുസമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുന്നതും നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നതുമാണെന്നും CMD പ്രമോദ് ശങ്കർ യൂണിറ്റ് ഓഫീസർമാർക്ക് അയച്ച സർക്കുലറിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ഉടൻ പോലീസിൽ റിപ്പോർട്ട് ചെയ്ത് കേസ് ചാർജ് ചെയ്യിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് യൂണിറ്റ് ഓഫീസർമാർക്ക് നൽകിയിരിക്കുന്നത്.